നമസ്കാരം. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ശ്രീ കുമ്മനം രാജശേഖരൻ നമ്മോട് സംസാരിക്കുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും കൃഷിയും ജലസ്രോതസ്സുകളും വളരെയധികം വരൾച്ച നേരിടുന്ന ചിറ്റൂർ മേഖലയിലെ എലപ്പുള്ളിയിൽ ഈ സർക്കാർ തികച്ചും ജനാധിപത്യ വിരുദ്ധമായി ഒരു കുത്തക കമ്പനിക്ക് മദ്യം നിർമ്മിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. കൊക്കക്കോള പോലെയുള്ള കുത്തക കമ്പനികളെ ജനങ്ങൾ സമരം ചെയ്ത് കെട്ടുകെട്ടിച്ച പാലക്കാട് എന്തുകൊണ്ട് ഇത്രയും ധാർഷ്ട്യത്തോടെ ഇങ്ങനെയൊരു ശ്രമം നടത്തുന്നു? എങ്ങനെയാണ് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ? എന്ത് നിർദ്ദേശമാണ് ശ്രീ കുമ്മനം രാജശേഖരന് നമ്മോട് നിർദ്ദേശിക്കാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് വാർത്താ സമ്മേളനം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. പാലക്കാട് ഒരു വരണ്ട ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പച്ചയായ സത്യം, യാഥാർത്ഥ്യം അനുദിനം എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കടുത്ത വേനലാണ്, കുടിക്കാൻ വെള്ളമില്ല. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന കർഷകർ അവർ നിത്യ ദുരിതത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാട് എന്താണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം അധികാരികൾക്കുണ്ടാവും. പക്ഷേ അധികാരികൾ വഴി മാറിയാണ് സഞ്ചരിക്കുന്നത്. കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാവേണ്ടതിന് പകരം അവിടെയുള്ള ജലസ്രോതസ്സുകളെ മുഴുവൻ തന്നെ വറ്റി വരണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാക്കി ഈ പാലക്കാട് ജനതയെ മാറ്റിയെടുക്കാൻ നടത്തുന്ന ഏതൊരു ശ്രമവും അപലപനീയമാണ്, അത് ഹീനമാണ്, അത് മനുഷ്യത്വരഹിതമാണ്. ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഏതാണ്ട് 24 ഏക്കർ സ്ഥലത്ത് ഒരു ബ്രൂവറി തുടങ്ങാൻ ഉള്ള എല്ലാ ഒത്താശകളും സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അനുവാദം നൽകി, അവർക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായി ഉണ്ടാകുന്ന ദുരിതവും ദുരന്തവും പാലക്കാട് ജനത അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് പാലക്കാട് ജനതയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, മണ്ണിനെ സ്നേഹിക്കുന്ന, അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടി നിലകൊള്ളുന്ന ഏതൊരാളും ഈ സർക്കാരിൻ്റെ തീരുമാനത്തെ ശക്തിയായിട്ട് എതിർക്കും. അവിടുത്തെ ജലപ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അടിയന്തര ആവശ്യം. അല്ലാതെ ജലം ഊറ്റിയെടുക്കുന്ന പദ്ധതികൾക്കല്ല പ്രാമുഖ്യം നൽകേണ്ടത്. അവിടെ ജലസമൃദ്ധമായ ഒരു ജില്ലയാക്കി ഈ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിനെ മാറ്റിയെടുത്ത് കൃഷിയെ പുനരുജ്ജീവിപ്പിക്കാൻ എന്ത് നടപടി എന്നുള്ളതാണ് ജനം ഉറ്റുനോക്കുന്നത്. അവിടുത്തെ പുഴകളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ്, ജലസ്രോതസ്സുകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാൻ ഉള്ള വെള്ളം, കൃഷി ചെയ്യാനുള്ള വെള്ളം, ഇതെല്ലാം കിട്ടാൻ എല്ലാ സാധ്യതകൾ ധാരാളമുണ്ട്. ആളിയാർ പറമ്പിക്കുളം പദ്ധതി, അത് സംബന്ധിച്ച് സർക്കാർ തമിഴ്നാടുമായിട്ട് കേരള സർക്കാരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടി, ഇതെല്ലാം കാലഹരണപ്പെട്ടു പോയതാണ്. ഇത് ഭാരതപ്പുഴയിലേക്ക് വെള്ളമൊഴുകി എത്തുക, ആ ഭൂപ്രദേശങ്ങൾ, അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ട് കുടിക്കാനും കൃഷി ചെയ്യാനുമുള്ള വെള്ളം കിട്ടുക, ഇത് നല്ലൊരു പരിഹാര മാർഗമാണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള കാഴ്ചപ്പാടില്ല. വാണിജ്യ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്ന സർക്കാർ വലിയ വലിയ വൻകിട ലോബികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ കഴിയുക, ലാഭക്കൊതിയോടുകൂടി മണ്ണിനെയും പ്രകൃതിയെയും നോക്കിക്കാണുന്ന ചൂഷക വർഗത്തിന് എല്ലാ ഒത്താശയും സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ബ്രൂവറി പ്രശ്നത്തിൽ നേരിട്ട് കാണുന്നത്. പ്രശ്നത്തിൻ്റെ ഭാഗമാകാനാണ് സർക്കാരിന് ആഗ്രഹം, പരിഹാരത്തിൻ്റെ ഭാഗമാകാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോൾ തന്നെ മലമ്പുഴ ഡാമിലേക്ക് ഒഴുകി വരുന്ന ജലസ്രോതസ്സുകളിൽ അണകെട്ടി അവിടെ തമിഴ്നാട്ടിൽ ഒക്കെ വെള്ളം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പച്ചയായ യാഥാർത്ഥ്യമുണ്ട്. ഇതുപോലെ തന്നെ പല കൈവഴികളും നഷ്ടപ്പെട്ടു. ഭാരതപ്പുഴയിലേക്ക് ഒഴുകി വരുന്ന പല കൈവഴികളും നഷ്ടപ്പെട്ടു പോയി. ഇത് ഒരു 25 വർഷം മുമ്പ്, 40 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഭാരതപ്പുഴയാണോ? അല്ല. അതുപോലെ തന്നെ ഓരോ വർഷം ചെല്ലും തോറും കർഷകർക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ്. അവർക്ക് കൊയ്ത് കഴിഞ്ഞാൽ അവരുടെ നെൽ വിപണിയിലെത്തിച്ച് അതിന് വേണ്ട വിധത്തിലുള്ള വില കിട്ടുന്നില്ല, താങ്ങുവില കിട്ടുന്നില്ല, അതും കുടിശ്ശികയാണ്. പല കർഷകരും കടക്കെണിയിൽപ്പെട്ട് കഷ്ടപ്പെടുകയാണ്. ഇതൊക്കെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില പച്ചയായ പരമാർത്ഥങ്ങളാണ്. പ്രശ്നം രൂക്ഷമാകുന്ന പദ്ധതികളുടെ പിന്നാലെ പോയി
ഈ കൊള്ളലാഭം ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന വൻകിട ശക്തികൾക്കൊപ്പം നിന്ന് ഗവൺമെൻറ് മൂലധന ശക്തികളോടൊപ്പം നിന്ന് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് പാലക്കാട് പോലെ നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറയാണ്. നഷ്ടപ്പെടും, അത് മരുഭൂമിയായി മാറും.